So plant transformation means insertion of gene of interest to the plants. പ്ലാന്റിനകത്തോട്ട് gene of interestനെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് plant transformation method. ഈ plant transformation മെത്തേഡിനെ നമുക്ക് പ്രധാനമായിട്ട് we can classify them into physical methods, chemical methods and biological methods. There are three methods of gene transfers are possible. One is physical method of gene transfer, and chemical method of gene transfer, and third one is biological material of gene transfer. So first one is physical method, which include microprojection, pressure, that is ballistic gene gun method, particle bombardment, electroporation, microinjection, carbon fibers, laser mediated method. In chemical method, using polyethylene glycol or PEG, dextran method, calcium phosphate method, artificial lipid methods. And in biological method, there is virus mediated and agrobacterium tumefacients and agrobacterium rhizogenous method. So I'll just like to draw your attention to page number 119. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 119 ആ ഭാഗത്തേക്കാണ് പ്ലാന്റിന്റെ കാര്യം ഉള്ളത്. അപ്പം we are moving on to gene transfer in plants. First one is, have you heard of a term called transfection? What is transfection? See, transfection means with the help of an agent we are introducing a gene. Transfection is the method by which genes are carried from one organism to another by another organism. ഒരു വേറൊരു ഓർഗാനിസം വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫെക്ഷൻ എന്ന് നമ്മളിവിടെ പറയുന്നത് അഗ്രോബാക്ടീരിയം മീഡിയേറ്റഡ് മെത്തേഡാണ് നമ്മളിവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അഗ്രോബാക്ടീരിയം മീഡിയേറ്റഡ് മെത്തേഡ്. എന്താണ് ഈ അഗ്രോബാക്ടീരിയം? I think you are aware about agrobacterium. നമ്മുടെ വയണയിലയുടെ പുറത്ത്, വയണയില എന്ന് പറയുന്ന ചെടിയുണ്ട്, വയണയുടെ ഇലയുടെ പുറത്ത് പലപ്പോഴും നമ്മളൊരു ട്യൂമേഴ്സ് കാണും. പുറത്ത് നോക്കിയാൽ കടുക് പോലെയും പല ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് കാണും. ഒരു സീസണിൽ മാവിൻ്റെ ഇലയുടെ അടിയിൽ നോക്കിയാൽ നിറച്ച് കടുക് ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളതൊന്ന് ഇളക്കാൻ നോക്കിയാൽ ദീസ് സ്ട്രക്ചേഴ്സ് ആർ എപ്പിഡെർമിസിന്റെ, പ്ലാന്റിന്റെ ലീഫിന്റെ എക്സ്റ്റൻഷൻസ് ആണ്. അല്ലാതെ പ്ലാന്റിന്റെ പുറമേ വന്ന് ഒട്ടിയിരിക്കുന്നതല്ല. അത് പ്ലാന്റിന്റെ ലീഫ് തന്നെ വളർന്ന് മോഡിഫൈ ചെയ്ത് ഈ രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഓഫൺ പ്ലാന്റ്സ് ആർ ഹാവിങ്, പ്ലാന്റിന്റെ ലീഫിലൊക്കെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ കാണാം. ഒന്ന് പുറത്തുള്ള സർഫസിന്റെ മോഡിഫിക്കേഷൻ വഴി, സർഫസ് ഡിവൈഡ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ലീഫിന്റെ ഗ്രോത്ത് വഴിയൊക്കെ ഇങ്ങനെ കാണാം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? ദിസ് ഈസ് ബിക്കോസ് ആ പ്ലാന്റിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കേസുകളിലെല്ലാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് വരുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും അതിന്റെ ഫലമായിട്ട് റൂട്ട് അതിന്റെ ലീഫ് പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ സെല്ലിനെ എക്സ്ട്രാ ട്യൂമർ ഗ്രോത്ത് ഉണ്ടാക്കി, ട്യൂമറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയാണ് അത് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കി അതിന്റെ പുറത്തിരിക്കുന്നത്. എന്തിനാണ് അതിരിക്കുന്നത്? ബിക്കോസ് വിത്തിൻ ദിസ്, ഈ ഉണ്ടാക്കുന്ന സ്ട്രക്ചറിനകത്ത് ബാക്ടീരിയ വളരും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഇൻ ദ കേസ് ഓഫ് അഗ്രോബാക്ടീരിയം, അതായത് ഇപ്പൊ നമുക്കറിയാം റൂട്ട് നോഡ്യൂളായാലും അങ്ങനെ തന്നെയാണ്. പ്ലാന്റ്സിന്റെ ഒക്കെ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള റൂട്ട്സിന്റെ നോഡ്യൂൾസിനകത്ത് ട്യൂമർ വളരും. ഈ ട്യൂമർ വളരുന്നത് എങ്ങനെയാണ്? ഈ ബാക്ടീരിയ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, എന്നിട്ട് ബാക്ടീരിയ ചില കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും. ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ, അല്ലെങ്കിൽ ബാക്ടീരിയ വന്ന് അറ്റാച്ച് ചെയ്യും, ബാക്ടീരിയയുടെ ജീൻ ചെന്ന് ഹോസ്റ്റിന്റെ ജീനുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഞാനൊന്ന് പറയാം. ഞാനിപ്പോൾ പറഞ്ഞതാണ്, പല ഓർഗാനിസത്തിലും പല പ്ലാന്റ്സിലും അതിന്റെ ലീഫിലൊക്കെ ചില എക്സ്ട്രാസ് ഗ്രോത്ത് കാണാറുണ്ട്. ഇപ്പം മാവിന്റെ ഇലയുടെ അടിയിൽ കടുക് പോലത്തെ ചില സ്ട്രക്ചർ കാണും. വയണയുടെ ഇലയിൽ ഒരു സീസണിൽ നോക്കിയാൽ നിറച്ച് ട്യൂമേഴ്സ്, പുറത്ത് അതിന്റെ ലീഫിന്റെ അടിയിലൊക്കെ ഒരു തരം ഔട്ട് ഗ്രോത്ത് കാണും. ഇതെല്ലാം ആ പ്ലാന്റിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ്. പക്ഷെ എല്ലായ്പ്പോഴും കാണാറില്ല. എന്താ കാര്യം? ചില മൈക്രോ ഓർഗാനിസം ഇതിനകത്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ബാക്ടീരിയ അറ്റാക്ക് ചെയ്തിട്ട് ഈ ബാക്ടീരിയയുടെ ജീനോം അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ജീനിന്റെ ഒരു പാർട്ട് അങ്ങോട്ട് ചെന്ന് ഈ സെല്ലിന്റെ, ഈ ലീഫിലുള്ള സെൽസിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും. സെൽസിനകത്തുള്ള
പ്ലാന്റിൻ്റെ ജീനിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും, പ്ലാന്റിൻ്റെ ജീനോമിൽ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഇരുന്നുകൊണ്ട് ചില കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാക്കും. ആ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ ഫലമായിട്ടാണ് സെൽ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെയുള്ള ട്യൂമേഴ്സ് ഉണ്ടാകുന്നത്. എന്തിനാണ് ഇതുണ്ടാക്കുന്നത്? ഈ അകത്ത് ഈ ബാക്ടീരിയ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കും. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസ്. എന്താണ് അഗ്രോബാക്ടീരിയം? അഗ്രോബാക്ടീരിയം ഒരു ടൈപ്പ് ബാക്ടീരിയയാണ്, അത് ട്യൂമർ ഉണ്ടാക്കുന്നതാണ്. അതാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസ്. അതുപോലെ റൂട്ടിൽ ഉള്ള അഗ്രോബാക്ടീരിയത്തിന് പറയുന്ന പേരാണ് അഗ്രോബാക്ടീരിയം റൈസോജീനസ്. അപ്പോൾ 2 ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്. ഇനി എന്താണ് ഈ അഗ്രോബാക്ടീരിയം ചെയ്യുന്നത്? ഈ സാധാരണഗതിയിൽ അഗ്രോബാക്ടീരിയം വരുമ്പോൾ അഗ്രോബാക്ടീരിയത്തിന് ഒരു TDNA, അതായത് വാട്ട് ഈസ് TDNA? ട്രാൻസ്ഫർ DNA. അഗ്രോബാക്ടീരിയക്കകത്ത് അതിൻ്റെ ജീനോമിനകത്ത്, അതിൻ്റെ പ്ലാസ്മിഡിനകത്ത് ദർ ഇസ് എ പോർഷൻ കോൾഡ് TDNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ DNA. എന്താണ് ഈ ട്രാൻസ്ഫർ DNA? ട്രാൻസ്ഫർ DNA എന്ന് പറഞ്ഞാൽ ഒരു 25 ബേസ് പെയർ റിപ്പീറ്റഡ് ഫ്രാഗ്മെന്റ് ആണ്. എന്താണ്? 25 ബേസ് പെയർ റിപ്പീറ്റഡ് ഫ്രാഗ്മെന്റ് ആണ്. ഐ കൻ ജസ്റ്റ് ഷോ യു ദാറ്റ്. അതായത് നമുക്കറിയാം വൈറസിന്റെ DNA ഇവിടെ നോക്ക്. ദിസ് ഈസ് അഗ്രോബാക്ടീരിയം. കണ്ടോ? ദിസ് ഈസ് അഗ്രോബാക്ടീരിയം. ദിസ് അഗ്രോബാക്ടീരിയം ഓഫൺ ഇൻഫെക്റ്റ് എ പ്ലാന്റ്. അഗ്രോബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്ത് ഇതൊരു പ്ലാന്റിനകത്ത്, ഈ സെല്ലിനകത്ത് വന്നു. ഈ സെല്ലിനകത്ത് വന്നിട്ട് എന്ത് ചെയ്തു? അഗ്രോബാക്ടീരിയത്തിൽ നിന്ന് there is a portion called TDNA or transfer DNA. This is TDNA. There is a small portion called TDNA. ആ TDNA യിൽ നിന്നൊരു കോപ്പി ഇതിൽ നിന്ന് ഇളവി മാറി. ഇറ്റ് റെപ്ലിക്കേറ്റഡ് എ കോപ്പി ഓഫ് TDNA. ആ TDNA പ്ലാന്റ് സെല്ലിൻ്റെ പ്ലാസ്മോഡസ്മേറ്റ വഴി കടന്നു ചെന്ന് പ്ലാന്റിൻ്റെ ന്യൂക്ലിയസിനകത്ത് പോയി, ന്യൂക്ലിയസിനകത്ത് ചെന്ന് പ്ലാന്റിൻ്റെ ജീനോമിനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. കണ്ടോ? ഇത് പ്ലാന്റ് ജീനോമുമായിട്ട് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തു. Okay, so what is this? Transfer of a gene from one organism to another, and this is called transformation. ഇവിടെ നടന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. പക്ഷേ ഇത് നടന്നത് എപ്പോഴാണ്? ഒരു ഇൻഫെക്ഷനിലാണ്, ഒരു ഇൻഫെക്ഷൻ്റെ സമയത്താണ് ഇത് നടന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രസക്തി? ദിസ് ഈസ് കോൾഡ് TDNA. ഈ ട്രാൻസ്ഫർ ചെയ്തപ്പെട്ട ഭാഗത്തിന് പറയുന്ന പേരാണ് TDNA. Now what is a TDNA? TDNA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് DNA. ഈ DNAക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ട്രാൻസ്ഫർ DNA എങ്ങനെ അറിയാം? ഈ ട്രാൻസ്ഫർ DNAയുടെ 2 എൻഡിലും, ഈ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന DNAയുടെ 2 എൻഡിലും നോക്കിയാൽ ഒരു 25 ബേസ് പെയർ റിപ്പീറ്റഡ് സീക്വൻസ് കാണും. എന്താണ്? 25 ബേസ് പെയർ റിപ്പീറ്റഡ് സീക്വൻസ് കാണും. ആ റിപ്പീറ്റഡ് സീക്വൻസ് ആണ് TDNAയുടെ അതിരുകൾ, TDNAയുടെ അതിർത്തികൾ. അപ്പം ഈ 25 ബേസ് പെയർ റിപ്പീറ്റഡ് ഫ്രാഗ്മെന്റ് ഉള്ള പീസാണ് ഇതിൽ നിന്ന് ജമ്പ് ചെയ്ത് പ്ലാന്റിനകത്തോട്ട് പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് റെലവൻസ് ഇൻ ട്രാൻസ്ഫർമേഷൻ? നമുക്കതെങ്ങനെ ഉപയോഗിക്കാം? ഈ 25 ബേസ് പെയറിൻ്റെ ഇടയിൽ ഇതിനകത്തുള്ള ബാക്ടീരിയൽ ജീനെ മാറ്റിയിട്ട്, ഇതിനകത്തുള്ള ബാക്ടീരിയൽ ഡിസീസ് കോസിങ് ജീനുകളെ മാറ്റിയിട്ട് ഈ 25 BP റിപ്പീറ്റഡിൻ്റെ അകത്ത്, ഈ ജീനിൻ്റെ അകഭാഗത്തായിട്ട് നമുക്ക് വേണ്ട ഒരു ജീൻ ഇൻസേർട്ട് ചെയ്തെന്ന് വയ്ക്കുക. സോ വി ക്യാൻ ഇൻസേർട്ട് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വിത്തിൻ ദി TDNA, within the transfer DNA between the 25 base pair repeated regions. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? When this go and integrated with the genome, അത് പോയി ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അത് എന്ത് ചെയ്യും? അവിടെ ഇരുന്നുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഉടൻ അവിടെ ഇരുന്നുകൊണ്ട് അത് എന്തുണ്ടാക്കും? അവിടെ ഇരുന്നുകൊണ്ട് ഈ ജീന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും അത് ജീനോമിലോട് ചേർന്ന് അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇതല്ലേ ട്രാൻസ്ഫോർമേഷൻ? ഒരു ജീനിനെ ഒരു പുറത്തുനിന്ന് അകത്തോട്ട് കൊണ്ട് കൊടുക്കുന്നു. ശരിക്ക് ബാക്ടീരിയൽ ജീനാണ് അവിടെ പോകുന്നതെങ്കിൽ അത് ചില കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിന്റെ പേര് ഫെർലിക് ആസിഡ്, ഇങ്ങനെ കുറേ കോമ്പൗണ്ടൻസ് ഉണ്ട്. ഫെർലിക് ആസിഡ്, ഗാലിക് ആസിഡ്, ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കുകയും ഇത് കഴിഞ്ഞ് ആ ഭാഗമാണ് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വിട്ടപ്പോൾ അത് ട്രാൻസ്ഫോർമേഷനായിട്ട് നടന്നു. ദിസ് ഈസ് കോൾഡ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. അഗ്രോബാക്ടീരിയം മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? അഗ്രോബാക്ടീരിയത്തിനെ മോഡിഫൈ ചെയ്യുക. അഗ്രോബാക്ടീരിയത്തിനകത്തുള്ള അഗ്രോബാക്ടീരിയത്തിൻ്റെ TDNAക്കകത്ത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറ്റുക. എന്നിട്ട് ആ ബാക്ടീരിയ ഉപയോഗിച്ച് ലീഫിനകത്ത്, ലീഫിൻ്റെ പീസിനകത്തോട്ട്, ചെറിയ ലീഫിൻ്റെ പീസിൽ അഗ്രോബാക്ടീരിയ ഉപയോഗിച്ച് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം?
ആ ലീഫിനെ എടുത്ത് ടിഷ്യൂ കൾച്ചർ ചെയ്യുക. അപ്പോൾ ആ ലീഫിൽ ഓൾറെഡി അകത്ത് അഗ്രോബാക്ടീരിയം കൊണ്ടുപോയ ജീൻസ് ഉണ്ടാവും. തുടർന്ന് അതിൽ നിന്ന് നമുക്ക് പ്ലാന്റ്സിനെ റെസിസ്റ്റൻസ് വഴി പ്ലാന്റ്സിനെ തിരിച്ചറിഞ്ഞ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. This is called agrobacterium mediated gene transfer. So first one in your textbook regarding plants is agrobacterium mediated gene transfer. ഇതുപോലെ വൈറസ് മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ ഉണ്ട്. എന്താണ് വൈറസ് മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ? സാധാരണഗതിയിൽ ഇൻ കേസ് ഓഫ് മോണോകോട്ടിൽ അഗ്രോബാക്ടീരിയ ഇൻഫെക്ഷൻ പോസിബിൾ അല്ല. സോ ഓൺലി പോസിബിൾ മെത്തേഡ് ഈസ് ടു യൂസ് അനദർ ഇൻഫെക്ഷൻ മെത്തേഡ്, ആൻഡ് ഫോർ ദാറ്റ് വി യൂസ് വൈറസ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് വൈറസ് മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. അതിന് എക്സാമ്പിൾ ആയിട്ട് കോളിമോ വൈറസ്, ജെമിനി വൈറസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ഇങ്ങനെയുള്ള വൈറസുകളെ ഉപയോഗിച്ചിട്ട് ആ വൈറസിനകത്ത് എന്താണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറ്റിയിട്ട്, അതായത് വൈറസിന്റെ ജീനോമിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറ്റുകയും എന്നിട്ട് വൈറസ് ഉപയോഗിച്ച് ഇൻഫെക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കറിയാം വൈറസ് ഈസ് ഹാവിങ് എ പാരസിറ്റിക് മോഡ് ഓഫ് ലൈഫ് സൈക്കിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾവേസ് വെനെവർ വൈറസ് ഇൻഫെക്ട് ആൻ ഓർഗാനിസം, വൈറസ് അതിന്റെ കോട്ട് അകത്ത് കൊണ്ടുപോകില്ല, ജീൻസ് അകത്ത് കൊണ്ട് എന്താണ് ജീനോം, അതായത് ഹോസ്റ്റ് ജീനോവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് അത് എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വൈറസിന്റെ ജീൻസിനകത്ത് വിർലന്റ് ആയിട്ടുള്ള ജീൻസ് മാറ്റി നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ചേർത്ത് ആ വൈറസ് കൊണ്ട് ഒരു പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു എന്താണ് ജീൻ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഇനി അടുത്തൊരെണ്ണം ഇനിയുള്ളത് വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫേഴ്സ് ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് വെക്ടർ വഴിയാണ്. എന്താണ് വെക്ടർ? ഒരു ഓർഗാനിസം അതുപോലെ ജീൻ ക്യാരി ചെയ്യുന്ന വെക്ടർ. ഇപ്പൊ TDNA ആണെങ്കിൽ അതൊരു പ്ലാസ്മിഡ് വെക്ടർ വഴിയാണ് പോകുന്നത്. ഇനി വൈറസ് വഴിയാണെങ്കിലോ വൈറസിനകത്ത് വൈറൽ DNA ഒരു വെക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും അല്ലാതെ വെക്ടർ ഇല്ലാതെ ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ഉണ്ട് ചില. വിത്തൗട്ട് വെക്ടേഴ്സ് വി ക്യാൻ ഡു സം ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് മൈക്രോ ഇഞ്ചക്ഷൻ. Can you see this diagram? With micro injection, what we do is there are small, tiny, for example, pollen grains-ലോ ഓവിയൂളിലോ സ്റ്റിഗ്മയിലോ എംബ്രിയോയിലോ ഒക്കെ നമുക്ക് എന്താണ് ഈ മൈക്രോ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. മൈക്രോ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഇതൊരു ട്യൂബാണ്. ഈ ട്യൂബിൽ നമുക്കറിയാലോ, നമുക്കൊരു ബലൂണിൽ എയർ ഫില്ല് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ബലൂണിൽ എയർ ഫില്ല് ചെയ്തിട്ട് അതിനെ ഒരു കുഴലിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആ കുഴലിൽ നമ്മൾ അകത്തോട്ട് ഇങ്ങനെ സക്ക് ചെയ്താൽ, വലിച്ചു പിടിച്ചിരുന്നാൽ, എയർ അകത്തോട്ട് വലിച്ചു പിടിച്ചാൽ ബലൂൺ അറ്റത്ത് തന്നെ ഇരിക്കും. അത് ബിക്കോസ് ഓഫ് സക്ഷൻ ഫോഴ്സ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഓയിൽ സെക്ഷൻ ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് ഏത് സെല്ലിലാണോ ഇഞ്ചെക്ട് ചെയ്യേണ്ടത് അതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തും ആദ്യം. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സക്ഷൻ മെക്കാനിസം the cell onto which we are ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്ന സെല്ലിനെ അവിടെ പിടിച്ചു നിർത്തും. അതിനുശേഷം എന്ത് ചെയ്യും? ഒരു മൈക്രോ നീഡിൽ, ഇതൊരു വളരെ ടൈനി ആയിട്ടുള്ള നീഡിലാണ്, അതിനകത്ത് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എടുക്കും. എന്നിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോ മാനിപ്പുലേറ്റർ, ഇത് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിന്റെ പ്രസൻസിൽ ഒരു ഡിവൈസ് ഉണ്ട്, അതിന്റെ പേരാണ് മൈക്രോ മാനിപ്പുലേറ്റർ. ഇതിനെ ഹോൾഡ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കിക്കൊണ്ട് ഒരു മൈക്രോ നീഡിൽ ഉപയോഗിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ന്യൂക്ലിയസിനകത്തോട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് മൈക്രോ ഇഞ്ചക്ഷൻ. സോ മൈക്രോ ഇഞ്ചക്ഷൻ ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് small, tiny, micro pipettes. We are injecting our gene of interest directly to nucleus without any vectors. This is a vectorless method. And second one is called macro injection. എന്താണ് അതിന്റെ പ്രത്യേകത? അതായത് what is macro injection? Macro injection means നമുക്ക് ബ്രാഞ്ച് ഉണ്ടായി വരും. ഒരു പ്ലാന്റിന്റെ ബഡിൽ നിന്ന് ബ്രാഞ്ച് ഉണ്ടായി വരുമല്ലോ, ബഡ്, ചെറിയ ബഡ്. അപ്പൊ അന്നേരം ഉണ്ടായി വരുന്ന ആ ബ്രാഞ്ചിൽ മൈക്രോ പിപ്പറ്റ് ഉപയോഗിച്ചുകൊണ്ട് DNA സൊല്യൂഷൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ പിപ്പറ്റ് വി വിൽ ഇഞ്ചെക്ട് ദ DNA സൊല്യൂഷൻ ഓൺ ദ ഗ്രോയിങ് സൈഡ് ബ്രാഞ്ചസ്, അല്ലെങ്കിൽ ലാറ്ററൽ ബ്രാഞ്ചുകൾ തുടങ്ങി വരുന്നിടത്ത് പിപ്പറ്റ് കൊണ്ട് ഇഞ്ചെക്ട് ചെയ്താൽ, DNA ഇഞ്ചെക്ട് ചെയ്താൽ പലപ്പോഴും അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ പറ്റും. ദാറ്റ് കൈൻഡ് ഓഫ് മെത്തേഡ് ഈസ് കോൾഡ് മാക്രോ ഇഞ്ചക്ഷൻ. ഇനി അടുത്തൊരു മെത്തേഡാണ് ഡയറക്റ്റ് അപ്ടേക്ക് ഓഫ് DNA ബൈ പ്രോട്ടോപ്ലാസ്റ്റ്. എന്താണ് അത് ചെയ്യുന്നത്? വൺ ഓഫ് ദി സിവിയർ പ്രോബ്ലം, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാന്റ്സിനകത്ത് നമുക്ക് പലപ്പോഴും സെൽ വാൾ ഈ പ്രോസസ്സ്, ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ റീകോമിനന്റ് DNA ടെക്നോളജി ചെയ്യാൻ പലപ്പോഴും സെൽ വാൾ ഒരു ഹേർഡിലാണ്. അപ്പോൾ സെൽ വാൾ എന്ന് പറഞ്ഞ ഒരു ഹേർഡിൽ നമ്മൾ മാറ്റാൻ എന്ത് ചെയ്യണം? സെൽ വാൾ ഇല്ലാത്ത ഒരു കണ്ടീഷനിലോട്ട് പോകണം. എന്താണ്? എ പ്ലാന്റ് സെൽ വിതൗട്ട് സെൽ വാൾ ഈസ് കോൾഡ് പ്രോട്ടോപ്ലാസം. എ പ്ലാന്റ് സെൽ വിതൗട്ട് സെൽ വാൾ ഈസ് കോൾഡ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പൊ പ്രോട്ടോപ്ലാസ്റ്റ് എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് പോകേണ്ടി വരും. എങ്ങനെ ഈ പ്രോട്ടോപ്ലാസ്റ്റ് എന്നുള്ള കണ്ടീഷനിലോട്ട് പോകുന്നത്? നമുക്ക് പിച്ച് കളയാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം?
സെല്ലുലോസും പെക്റ്റിനേസും രണ്ട് എൻസൈംസ് ഉണ്ട്. ഏതൊക്കെയാണ്? സെല്ലുലേസും പെക്റ്റിനേസും. ഈ കുറച്ച് ഒരു ടിഷ്യൂ എടുത്തിട്ട് സെല്ലുലേസും പെക്റ്റിനേസും ഉള്ള എൻസൈം ഉപയോഗിച്ചിട്ട് ഒരു ബഫർ കണ്ടീഷനിൽ കൊടുത്താൽ സെൽ വാളിലുള്ള പുറത്തുള്ള ഭാഗത്ത് എന്ത് ചെയ്യും? അത് ഡൈജസ്റ്റ് ചെയ്ത് കളയും. എന്നാൽ പ്രോട്ടോപ്ലാസം എന്താണ്? ലൈവായിട്ട് നിൽക്കുകയും ചെയ്യും. ആ പ്രോട്ടോപ്ലാസത്തെ എന്ത് ചെയ്യണം? പോളിയെത്തിലീൻ ഗ്ലൈക്കോളും അല്ലെങ്കിൽ പോളിവിനൈൽ ആൽക്കഹോളും കാൽസ്യം പ്ലസും ഹൈ pH ഒക്കെ കണ്ടീഷനിൽ കൊണ്ടുകൊടുത്താൽ ആ പ്രോട്ടോപ്ലാസ്റ്റിൽ നിറച്ച് പോറുണ്ടാവും. അപ്പം ഒരു ട്യൂബിൽ നമ്മൾ കുറേ പ്രോട്ടോപ്ലാസ്റ്റ് എടുക്കുന്നു. ഇതേപോലത്തെ പ്രോട്ടോപ്ലാസ്റ്റ് ഒരു സൊല്യൂഷനിൽ എടുക്കുന്നു. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അകത്തോട്ട് കയറ്റി വിടാനുള്ള ഫോറിൻ DNA അകത്ത് ഇടുന്നു. എന്നിട്ട് pH അഡ്ജസ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ കൊടുക്കുമ്പോൾ പ്രോട്ടോപ്ലാസത്തിനപ്പുറത്ത് പോറോസിറ്റി വന്ന് ഡയറക്റ്റ് ആയിട്ട് DNA അതിനകത്തോട്ട് കടന്നു പോകും. This method is called direct uptake of DNA by protoplast. Then another one is called liposome mediated gene transfer. എന്താണ്? Liposome mediated gene transfer. What is liposome? അതായത് what is meant by liposome? ഈ പ്ലാന്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ലിപ്പിഡ് വെസിക്കിൾ, ലിപ്പിഡ് എന്ന് വെച്ചാൽ ഫാറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്യൂബ്, ഒരു ചാക്ക്, ബലൂൺ പോലത്തെ ഒരു സ്ട്രക്ചർ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ അത് ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടോപ്ലാസ്റ്റിന്റെ അടുത്ത് വന്നാൽ പ്രോട്ടോപ്ലാസ്റ്റ് അതിനെ വലിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ ലെസിത്തിൻ പോലെയുള്ള, നമുക്ക് വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് മെംബ്രെയിൻ? സാധാരണ ഇതിൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് കൊണ്ടാണ്. ലെസിത്തിൻ, ഫോസ്ഫറ്റഡൈൽ കോളൈൻ, ലെസിത്തിൻ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ കൊണ്ടാണ് സാധാരണ സെൽ മെംബ്രെയിൻസിൽ കാണുന്ന ഒരു കോമ്പണന്റ് ആണ്. ഇതെല്ലാം എന്താണ്? ഫോസ്ഫോലിപ്പിഡുകളാണ്. അപ്പം ഫോസ്ഫോലിപ്പിഡ് കൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സാക്ക് ഉണ്ടാക്കുക, ചെറിയൊരു സാക്ക് ഫോസ്ഫോലിപ്പിഡുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഫോസ്ഫോലിപ്പിഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സാക്കിനകത്തോട്ട് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അങ്ങോട്ട് ഇട്ടയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഒരു ഒരു പ്രോട്ടോപ്ലാസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയാൽ ഡയറക്റ്റ് ആയിട്ട് എൻഡോസൈറ്റോസിസ് വഴി ഇതിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എൻഡോസൈറ്റോസിസ് വഴി ഇതിനെ ഡയറക്റ്റ് ആയിട്ട് സെൽ എൻഗൾഫ് ചെയ്യും. This method is called a liposome mediated gene transfer. That is, what is happening? Encapsulate the gene of interest in a liposome or on a phospholipid membrane. Then, when it comes to the presence of a protoplast will directly take it via എൻഡോസൈറ്റോസിസ്. ലിപ്പോസോംസിനെ എൻഡോസൈറ്റോസിസ് വഴി അകത്തെടുക്കുകയും അങ്ങനെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അകത്തോട്ട് പോവുകയും ചെയ്യും. നെക്സ്റ്റ് മെത്തേഡ് ഈസ് കോൾഡ് electroporation. What is electroporation? See, this is also applicable with protoplast. After isolating protoplast, with the help of an equipment, we apply ഇലക്ട്രിക് ഫീൽഡ്. അതായത് നമ്മളൊരു ഡിഷിനകത്ത് പ്രോട്ടോപ്ലാസ്റ്റിനെ വളർത്തുന്നു. ആ പ്രോട്ടോപ്ലാസ്റ്റിന്റെ ഒരു സൈഡിൽ ആനോഡും ഒരു സൈഡിൽ കാഥോഡും കൊടുത്തിട്ട് ഹൈ ഇലക്ട്രിക് ഫീൽഡ്, നല്ല ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രിസിറ്റി ഈ പ്രോട്ടോപ്ലാസ്റ്റിനകത്ത് പെർമിയബിലിറ്റി ചേഞ്ച് ആയിട്ട് പോറോസിറ്റി വരും. പെർമിയബിലിറ്റി ചേഞ്ച് ചെയ്തിട്ട് പോറോസിറ്റി വരും. അന്നേരം ആ കണ്ടെയ്നറിൽ തന്നെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ക്രമേണ ഈ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പോഴ്സിലൂടെ ജീന് പ്രോട്ടോപ്ലാസ്റ്റിനകത്ത് പോകും. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? ഡയറക്ട്ലി വി ആർ ഇൻസേർട്ടിങ് DNA ഓൺ ടു എ സെൽ വിതൗട്ട് എ വെക്ടർ. വെക്ടർ ഇല്ലാതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്യൂബ് എടുക്കുന്നു, ഒരു ഡിഷ് എടുക്കുന്നു, അതിനകത്ത് പ്രോട്ടോപ്ലാസ്റ്റ് വളരുന്നു, അതിനകത്ത് സൊല്യൂഷനിൽ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുന്നു, അതിന് ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു, പ്രോട്ടോപ്ലാസ്റ്റിന് പോറോസിറ്റി വരുന്നു, ജീൻ പതുക്കെ അകത്തോട്ട് പോകുന്നു. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് electroporation. And the equipment, ഇതിനൊരു equipment നമ്മൾ ഉപയോഗിക്കും. ഇതാണ് equipment, and that equipment is called electroporator. The equipment using which we do electroporation is called electroporator. Okay. Now, the last method is called particle gun or electrolytic particle gun അല്ലെങ്കിൽ ബയോളിസ്റ്റിക് ഗൺ എന്ന് പറയുന്നതാണ് ബയോളിസ്റ്റിക് ഗൺ. See, ഇതാണ് ആ എക്യുപ്മെന്റ്. സീ ദിസ് ഡയഗ്രാം. ഈ ഡയഗ്രാം നോക്കൂ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ കാണുന്നത്, ഈ അറ്റത്ത് കാണുന്നത് ടാർഗറ്റ് സെൽ. എന്താണ് ടാർഗറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണ് ജീൻ കൊടുക്കേണ്ടത്, ഏതാണോ നമ്മുടെ സെല്ല്, അതിനെ ഒരു സെൽ കൾച്ചറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഡിഷിനകത്ത് ഒരു സെൽ കൾച്ചറായിട്ട് ബൈൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ, ഇവിടെ നോക്ക്, ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ടൈനി ഗോൾഡ് ക്യാപ്സ്യൂൾ, ഇവിടെ ഒരു ഷൂട്ടിംഗ് ആണ്, അതായത് ഒരു തോക്ക് പോലത്തെ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ബുള്ളറ്റ്സ് എന്ന് പറയുന്നത് ടൈനി ഗോൾഡൻ സെൽസ്, ഏറ്റവും ടൈനി ആയിട്ടുള്ള ഗോൾഡൻ
ഗോൾഡിൻ്റെ ചെറിയ ചെറിയ ടൈനി പാർട്ടിക്കിൾസിൻ്റെ പുറത്ത് എന്ത് കോട്ട് ചെയ്യണം? എന്ത് കോട്ട് ചെയ്യണം? DNA കോട്ട് ചെയ്യും. അങ്ങനെ DNA കോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് DNA കോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ ഗണ്ണായിട്ട് ഉപയോഗിക്കുന്നത്. അത് എന്ത് ചെയ്യും? അത് മുകളിൽ നിന്ന് ഹൈ പ്രഷറിൽ താഴോട്ട് പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് കടന്നു വന്ന് താഴെയുള്ള നമ്മുടെ ടാർജറ്റ് പ്ലാന്റ് സെൽസിനകത്ത് തറച്ചിരിക്കും. ഈ ഉപയോഗിക്കുന്ന ഫോഴ്സ് എന്താണെന്നറിയോ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗണ്ണിന്റെ ഫോഴ്സ് ആണ്. അത് ഒന്ന് ഗ്യാസ് ആക്സിലറേഷൻ വഴി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് എക്സ്പ്ലോഡ് ചെയ്യും. ഇത് നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെയാണ് നമ്മുടെ ഈ പറയുന്ന ഗോൾഡ് കോട്ടഡ് സ്ട്രക്ചറിനെ പറയുന്ന പേര്, ഗോൾഡിന്റെ പുറത്ത് DNA കോട്ട് ചെയ്ത സ്ട്രക്ചറിന് പറയുന്ന പേര് മൈക്രോ പ്രൊജക്ടൈൽ എന്നാണ്. എന്താണ് മൈക്രോ പ്രൊജക്ടൈൽ? അപ്പൊ ഇവിടെ മൈക്രോ പ്രൊജക്ടൈൽ ഉണ്ട്. ഇവിടെ നമ്മൾ ഹൈ ഫോഴ്സ് കൊടുക്കും, അന്നേരം ഈ സ്ലിറ്റിനകത്തൂടെ ഇത് ഹൈ ഫോഴ്സിൽ താഴോട്ട് വരും. താഴെ നമ്മുടെ സെല്ലുണ്ട്. അപ്പം ഹൈ ഫോഴ്സ് വരുന്നതുകൊണ്ട് സെൽ വാൾ മുറിച്ചുകൊണ്ട് ഇത് നേരെ അങ്ങ് ചെന്ന് സെല്ലിനകത്തോട്ട് പോകും. ഈ മെത്തേഡ് തന്നെ പറയുന്ന പേരാണ് മൈക്രോ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഗൺ എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ ഗൺ. ഹിയർ ദി പവർ, ഈ ഒരു എക്സ്പ്ലോസീവ് പവർ ഉപയോഗിക്കുന്നത് ഒന്ന് കോർഡൈറ്റ് എക്സ്പ്ലോഷൻ, ഇവിടെ ഒന്നുകിൽ കോർഡൈറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ഗ്യാസ് ആക്സിലറേഷൻ ഉപയോഗിക്കാം. ഈ പാർട്ടിക്കിളായിട്ട് പോകുന്ന സാധനത്തിന് പറയുന്ന പേര് മൈക്രോ പ്രൊജക്ടൈൽ ഓർ ബുള്ളറ്റ് എന്നാണ് പറയുന്നത്. ഇതല്ലാതെ ഫൈബർ മീഡിയേറ്റഡ് DNA ഡെലിവറി ഉണ്ട്, ലേസർ ഇൻഡ്യൂസ്ഡ് ഉണ്ട്, പിന്നെ പെഗ് പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ് ഉണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പം സോ ടു കൺക്ലൂഡ്, plant transformation method are of different types. They include direct and indirect. In vector mediated, it is with, in plants it is with agrobacterium mediated tDNA transfer method and virus infection method. In direct method, they include mainly particle gun delivery, liposome mediated, direct DNA uptake by protoplast, macro injection and micro injection.